തയ്യാറാണെന്ന് പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. കാരണം നമ്മളുടെ ഇവിടെ ഈ സമരപന്തലിൽ കഴിഞ്ഞ 35 ദിവസവും അല്ലെങ്കിൽ അതിക്ക് മുമ്പ് ഈ വിഷയത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും മറുപക്ഷത്തിരിക്കുന്നവരും എല്ലാം കടന്നു വന്നെങ്കിലും ഇത് എങ്ങനെ പരിഹരിക്കാം? വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം കാലാന്തരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിഷയം ഇനിയും പല സ്ഥലങ്ങളിലും പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിലൊക്കെ ഈ വഖഫ് നിയമങ്ങളുടെ അധിനിവേശം കടന്നു വരികയാണ്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടതല്ലേ? എല്ലാ വിഭാജനങ്ങളും പറയുന്നു ഇത് പരിഹരിക്കണം. എല്ലാ രാഷ്ട്രീയ നവോപണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വന്നും അതല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ആഹ്വാനം ചെയ്യുക. ഇത് പരിഹരിക്കേണ്ടതാണ്. എപ്പോൾ പരിഹരിക്കണം? അത് ഇപ്പോൾ പരിഹരിക്കണം എന്ന് പറയുന്ന നമ്മുടെ മുമ്പിലാണ് അവർക്ക് ഉത്തരമില്ലാത്തത്. എങ്ങനെ പരിഹരിക്കാമെന്ന് അവർക്കറിയാം. എങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് അവർക്ക് വ്യക്തമായ ദിശാബോധമുണ്ട്. അതിൻ്റെ നിയമത്തിൻ്റെതായ പിൻഫലങ്ങളുണ്ട്. വഖഫിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള പല ഇത് വിൽപ്പന നടത്തിയെങ്കിൽ അത് വഖഫിൻ്റെതല്ല എന്ന് പറയുന്ന അതിൻ്റെതായ നിയമ സംവിധാനങ്ങളും എല്ലാം നിൽക്കുമ്പോൾ ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. ഈ നാടിൻ്റെ നന്മയും ഈ നാടിൻ്റെ മൈത്രിയും എല്ലാം നിലനിർത്തിക്കൊണ്ട്